Lord, a very good morning to you all. May God bless everyone with a wonderful, supernatural, glorious, peaceful Thursday. Today we have, as you all know, we have our Rehoboth Supernatural Google Prayer meeting at 8 p.m. today night. ഇന്ന് രാത്രി 8 മണിക്കാണ് നമ്മുടെ Rehoboth Supernatural Google Prayer meeting നടക്കണേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ നമ്മുടെ നടുവിൽ സെക്കൻഡ് ഹാഫ് വേറെ ഉണ്ട് ശുശ്രൂഷിക്കാനായിട്ട്. എല്ലാവരും മറക്കാതെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ആർക്ക് വേണമെങ്കിലും ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യാം. നമ്മുടെ ബൈബിൾ ക്ലാസ്, നമ്മുടെ മീറ്റിങ്സൊക്കെ ഭംഗിയായി നടക്കുന്നു. കർത്താവ് അത്ഭുതകരമായി റെഹോബോത്ത് ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. As you all know, yesterday I have posted a vision that I got from God. അതിൻ്റെ ഒരു പിക്ചറൈസേഷനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കണോ. ഓൾസോ ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് എനിക്ക് തന്ന വിഷൻസ് ഇത് മാത്രമല്ല, വേറെ ഒരു വിഷനും കൂടിയുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മറക്കാതെ ഇന്നത്തെ മീറ്റിംഗ് കയറുക. നമ്മുടെ മീറ്റിംഗ് നടക്കണേ 8 തൊട്ട് 9:30 വരെയാണ്. നിങ്ങൾ അനേകം രക്ഷിക്കപ്പെടാത്ത നിങ്ങൾക്ക് പരിചയമുള്ളവരെ ഒക്കെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവരിക. ഈ ദിവസങ്ങൾ കർത്താവ് അനേക ആത്മാക്കളെ റെഹോബോത്ത് ഗ്രൂപ്പിന് തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എന്താ പറയുക, ദൈവമക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ പറ്റണ എന്താ പറയുക, നിങ്ങളുടെ അറിയാവുന്ന ആൾക്കാർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാവും അല്ലേ, കുടുംബത്തിലുള്ളവർ, അങ്ങനെയുള്ളവരോടൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരെയും കൂട്ടി വരുത്തുക. 2026 we are going to win many souls. കഴിഞ്ഞ 2025 കർത്താവ് എനിക്ക് കുറേ ആത്മാക്കളെ തന്നു. ഈ 2026 ഓൾസോ I will win souls. ആൻഡ് അതിന് ഈ റെഹോബോത്ത് ഗ്രൂപ്പിൽ ഓരോരുത്തരും ഹല്ലേലൂയ എന്താ പറയുക, അതിന് കൂടെ നിൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരിക. ഹല്ലേലൂയ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാ ഉള്ളങ്ങളെ തൊട്ട് ഈ ദിവസങ്ങൾ അവരൊക്കെ സ്വർഗത്തിലെ കർത്താവിനെ അറിയും. ദൈവമക്കളെ, നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൗത്യം അതാണ്. ഉദാരക സന്ദർഭി പലപ്പോഴും നമ്മുടെ പർപ്പസും പ്ലാനും അറിയാതെ നമ്മളിങ്ങനെ കൊട്ടി നമ്മളൊരു സഭയ്ക്കകത്തിരിക്കുവാണ്. കർത്താവ് അതിനല്ല നമ്മളെ വിളിച്ചത്. നമുക്കൊരുപാട് ദൗത്യമുണ്ട്. ഇന്നലെ ആ റിവൈവലിനെ കുറിച്ചുള്ള വിഷൻ കർത്താവ് തരുമ്പോൾ കർത്താവിന് എന്താ പറയുക, വലിയ പദ്ധതികളാണ് വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ സഭയെ ഒരുക്കാനായിട്ട് കർത്താവ് ചെയ്യാൻ പോണേ. അതിന് നമ്മൾ ഓരോരുത്തരും അതിന് ഭാഗമായി തീരണമേ നിങ്ങളെ ഓർപ്പിക്കുന്നു. എൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. So many were joined from Chennai. അവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ടൈം പരിധി മൂലം നമുക്കങ്ങനെ സാധിക്കാറില്ല. പക്ഷെ അവർക്കൊക്കെ കുറച്ച് മലയാളം മനസ്സിലാകുന്നവരാണ്. I invite all of you. Even then, if you don't understand the message, I will translate it to you on the next day, the whole message. So don't worry about the language. പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കണേ. അപ്പം ഞാനത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നില്ലെങ്കിലും നെക്സ്റ്റ് ഡേ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഓൾസോ സോ ഐ ഇൻവൈറ്റ് all the Chennai people also, those who were joining these days, also please join this meeting. May God bless you. God is going to do miracle things in your life. Hallelujah, in this 2026. So let us first worship the Lord and go to the word. ഒരു ചെറിയൊരു വചനം ചെറിയൊരു തോട്ട് നമുക്ക് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ പൊൻകരത്താൽ
ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമുകിലേ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ. കരുതും വീണതിൽ ഭീകരങ്ങൾ കടനീകൾ തീർത്തവർ താഴുകിടുമേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പൊള്ള വെള്ളം കടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കല്ലവ ശത്രുകയിൽ സർപ്പൂരം നീ അണയും വരെയും. മഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ മേൽ ദൈവത്തിന് ഒരു പദ്ധതി ചെയ്തെടുക്കാനുണ്ട്, ഒരു പ്ലാൻ, ഒരു പേർപ്പസ് ചെയ്തെടുക്കാനുണ്ട്. നമ്മളെ വിളിച്ച ദൈവം നമ്മളെ കണ്ണിൻ മണി പോലെ കാത്തിടുന്ന കർത്താവാണ്. ആധാരാബ ഷാഖാരാബ. കർത്താവ് പറഞ്ഞു, ഞാൻ അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെയിരിക്കാം. ഹല്ലേലൂയ. I will never leave you nor forsake you. I'll be with you till the end of the world. Hallelujah. Rikalabra-siko rasikaralaba. Oh Riko Rasia. നിന്റെ ജീവിതത്തിൽ നീ കാർമുകിൽ കാണുന്നെങ്കിലും അതിൻ്റെ നടുവിൽ ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു മഴവില്ല് നീ കാണുന്നില്ലേ? ഹല്ലേലൂയ. Oh Riko Rasikaralaba. Riko Rasik. Your circumstances, your problems is not going to touch you. Rikalabrasia. It cannot, hallelujah, destroy you. Ribadaraba shakaraba. ഒരു നല്ല കർത്താവ്, ഒരു നല്ല ഇടയൻ. He's a good shepherd. He's a chief shepherd. Atharaba shakalaba. He's, hallelujah, Rikala is always with you to provide for you, to take care of you, to lead you, to guide you. Kudala sakaralaba. Oh Riko rasikara biko rasikarala bikaraba kurasikaraba rebe seko rasia. അതുകൊണ്ട് തളരാതെ യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓ റിക്കോ റസിക്കാരബ. ഒരു പക്ഷേ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചിലപ്പോൾ കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വരും ദൈവമക്കളെ. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പ്രോമിസ് ചെയ്യുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? ഹി ഈസ് ഗോയിങ് ടു റീസ്റ്റോർ എവറിത്തിങ്. കർത്താവ് എല്ലാം മടക്കിത്തരാൻ പോവുക. നഷ്ടപ്പെട്ടതൊക്കെ കർത്താവ് മടക്കിത്തന്ന് ഇസ് ഗോയിങ് ടു ബ്ലെസ് us with double measure. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ വാഗ്ദത്തം. ഇറ്റ് ഈസ് ഫ്രം ഐസയ 61:7. യെശയ്യാപ്രവചനം 61 അധ്യായത്തിൻ്റെ 7 വാക്യം. Instead of your shame, you will receive a double portion. Hallelujah. ലജ്ജയ്ക്കും നിന്ദയ്ക്കും അപമാനത്തിനും പകരമായി ഡബിൾ പോർഷൻ യു ആർ ഗോയിങ് ടു റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഊറിക്കോ റസ്യ. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ, നമുക്ക് ഒരുപാട് വർഷങ്ങളായി എത്ര നഷ്ടങ്ങൾ വന്നു അല്ലേ. പക്ഷെ എത്ര നഷ്ടപ്പെട്ട മാസങ്ങൾ, വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ സ്വർഗത്തിലെ കർത്താവ് പറയുന്നു, കർത്താവിന് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മതി ദൈവമക്കളെ കാര്യങ്ങൾ സ്റ്റോറി തിരിക്കാനായിട്ട്. ഹല്ലേലൂയ. കാലാബ ഷാകാലാബ. 10 വർഷം കൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തി നേടിയത് കർത്താവിന് വിതിൻ സെക്കൻഡ്സ്, വിതിൻ മിനിറ്റ്സ് God can give you, God can restore that. Hallelujah. നമ്മളെ സങ്കീർത്തനം 126 സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ
റിഖാരാബറ സിക്കോ റസിയ അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയേക്കണേ: കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്ന കറ്റ ചുമന്നും ആർത്തുകൊണ്ടും വരുന്നു. ഹല്ലേലൂയ. കണ്ണുനീരോടെ ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും this is a time that you're going to hallelujah going to reap in joy. നിങ്ങൾ സന്തോഷത്തോടെ കൊയ്യുന്ന ദിവസങ്ങളാണിത്. കുനാലകതികസ്യ റീഖാ ലബസന്തരബേ ഉദാരകതികസ്യ റീഖാ റബസ് എല്ലാം നമ്മുടെ ഉള്ളിലെ എംപ്റ്റിനെസ്സിനെ കർത്താവ് എടുത്തു മാറ്റി കർത്താവിൻ്റെ ഹല്ലേലൂയ വലിയ സമാധാനത്താൽ ദൈവത്തിൻ്റെ വലിയ ഗ്രേസിനാണ് നമ്മൾ നിറയ്ക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടാവും, ഹല്ലേലൂയ, ഐ ഹാവ് നത്തിങ് ഇൻ മൈ ഹാൻഡ്. ഹല്ലേലൂയ. ഐ ആം വെയിറ്റിംഗ് ഫോർ ഗോഡ് ഫോർ എ ലോങ് ടൈം ടു റിസീവ് എ ബ്ലെസ്സിങ് ഇൻ ഹാൻഡ്. ഹല്ലേലൂയ. പക്ഷേ സ്വർഗ്ഗത്തിലെ കർത്താവ് പറയുക, ഹല്ലേലൂയ, നിൻ്റെ കണ്ണുനീരിന് മറുപടിയായി ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലത് ചെയ്യാൻ പോവുക. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. റീഖാലാബ്ര സിക്കോ റസിഖാരബ ഷൽദരബ റീക്കോ റസിഖാരബ. ആക്ച്വലി ഈ യേശയ്യാ പ്രവചനം 61-ാം അധ്യായം, ഹല്ലേലൂയ, അത് ആക്ച്വലി അത് ഒരു ഹോപ്പ് ആൻഡ് റിഡംഷനെ കുറിച്ചാണ് പറയുന്നത് ആ ചാപ്റ്റർ. ഹല്ലേലൂയ. അതിൻ്റെ ആ ചാപ്റ്ററിൽ നമ്മൾ ആ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് റീഅഷ്യൂർ ചെയ്യുക. നോ മാറ്റർ ഹൗ വി ഫീൽ, ഹൗ മച്ച് ഷെയിം, എത്ര അപമാനത്തിലൂടെ നിന്നയിലാണോ ദൈവമക്കൾ കടന്നു പോകുന്നത്, കർത്താവ് പറയുക, ഐ വിൽ റീസ്റ്റോർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ റീസ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, ഐ വിൽ ഗീവ് യു ഡബിൾ ബ്ലെസ്സിങ്സ് ഇൻ റിട്ടേൺ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ നമ്മൾ ഓരോരുത്തരും കംഫർട്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നു. ഹാവ് യു എവർ ഫെൽറ്റ് അഷെയിം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തപ്പെട്ടോ, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടോ, റസിയ റീക്കോ റസിയ നിരാശരായിരിക്കുവാണോ? സ്വർഗ്ഗത്തിലെ കർത്താവ് പറയുന്നു, നിന്റെ നിരാശയ്ക്കുള്ള എൻഡ് എത്തിയിരിക്കുന്നു. കർത്താവ് ചിലത് ഈ ദിവസങ്ങളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവാം. Hallelujah. This verse, it is a message of hope and encouragement. Hallelujah. പലരും പല നാളുകളായി പല നിന്ദയിലും പല നഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ദിവസങ്ങൾ നിങ്ങളുടെ ദിവസമാണ്. Hallelujah. ആക്ച്വലി ഇത് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് എന്താ പറയുക, അവർ നമ്മുടെ എന്താ പറയുക പ്രവാസികരായിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവരവിടെ കിടന്ന് അടിമത്തത്തിൽ വേദനിച്ച് നിലവിളിക്കുന്ന സമയത്ത് ഹല്ലേലൂയ പ്രവാചകൻ അവരെ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്താ പറയുക, ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെല്ലാം നിങ്ങൾ താഴ്ത്തപ്പെട്ടോ, ഹ്യൂമിലിയേറ്റപ്പെട്ടോ, ഹല്ലേലൂയ, അവിടെ എല്ലാം നിങ്ങൾ ഉയർത്തപ്പെടാൻ പോവുക. ഏത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണോ നിങ്ങൾ താഴ്ത്തപ്പെട്ടത്, നിങ്ങൾ നിരാശപ്പെട്ടത്, നിങ്ങളെ എന്താ പറയുക അപമാനിക്കപ്പെട്ടത്, അവിടെ കർത്താവ് നിങ്ങളെ റീസ്റ്റോർ ചെയ്യാൻ ദൈവമക്കളെ പോകുന്നു. ഹല്ലേലൂയ. when we read Deuteronomy ഹരബശേക്കോ റസിയ 21:7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹാരബശ കലബറിത്തിക്കോ റസി ഖാരബറേന്ദരബ ലബസ്യന്തരബേ 20 let me take that verse, റീമാരബേ സേക്കോ റസിയ 21:17. ഹല്ലേലൂയ. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അരിശയുടെ മകന് കൊടുത്തു. അവരെ ആദിജാതരത് സ്വീകരിക്കണം. അവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ, ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ
തനിക്കുള്ള സകലത്തെയും 2 പങ്ക് അരിഷ്ടയുടെ മകന് കൊടുത്തു. ഹാലേലൂയ. അവൻ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അവനവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ. ജ്യേഷ്ഠ അവകാശം ലഭിക്കുന്ന പഴയ നിയമത്തിൽ നമുക്കറിയാം, ജ്യേഷ്ഠാവകാശം ലഭിക്കുന്നവന് ഇരട്ടി പങ്കാണ് ലഭിക്കുന്നത്. ഹാലേലൂയ. തോരാബ ഷേക്കോ റസിയ. അതുപോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനം 16 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 16 വാക്യം ഇപ്രകാരം പറയുന്നത്: ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയെ, നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിന് ഹി വിൽ ബി ഇൻ ഫുൾനെസ് ഓഫ് ജോയ്. ഹല്ലേലൂയ. തനിക്ക് എന്താണ് എപ്പോഴും സന്തോഷിക്കാനുള്ള വക എപ്പോഴും ഉണ്ടാകും. വലത്തെ ഭാഗത്ത് പ്രമോദങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. താരാബ ഷേക്കോ റസിഖാലാബ ശന്തരലബ. സോ എന്താ പറയുക, കർത്താവ് അവർക്ക് പ്രോമിസ് ചെയ്യുകയാണ് ഇസ്രായേൽ ജനത്തിന്. കർത്താവ് അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം, എന്താ പറയുക, എല്ലാം അവർക്ക് കർത്താവ് ഹി ഈസ് ഗോയിങ് ടു റീസ്റ്റോർ ദം. ആൻഡ് ഹല്ലേലൂയ. അവരെ എന്താ പറയുക, സകല ബുദ്ധിയെ കവിയുന്ന സമാധാനത്താൽ കർത്താവ് അവരെ നിറയ്ക്കുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഐശയ്യാ പ്രവാചകനിലൂടെ പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. സോ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഷെയിം there shall be a double portion. Instead of disorder they will rejoice in their Lord. Therefore in their land they shall possess a double portion. They shall have everlasting joy. Hallelujah. നമ്മൾ യോബിൻ്റെ യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി ലഭിക്കാൻ കഴിഞ്ഞു. യോബിൻ്റെ പുസ്തകം നമ്മൾ 42 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോബ് തൻ്റെ സകല സഹോദരിമാരെയും യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എഡോനായ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. And the Lord turned the captivity of Job when he prayed for his friends. Also the Lord gave Job twice as much as he had before. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഒരു വിഷയത്തിലൂടെ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ what you have to do is, നമ്മൾ ആ വിഷയത്തിന് ഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്താ പറയുക, നമ്മൾ മറ്റുള്ളവർക്ക്, യോബിനെ കണ്ടോ, യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ യോബിൻ്റെ സ്ഥിതിയെ ഭേദം വരുത്തി. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങനെയാണ് ദൈവമക്കൾ. എപ്പോഴും നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മ ഓർപ്പിക്കാൻ ഉണർവിൻ്റെ ഭാഗമായി തീരാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവിടെ നമ്മൾ യോബിനെ കുറിച്ച് വായിക്കുന്ന എന്താണ്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇരട്ടി, he was blessed with double fold blessing. ഹല്ലേലൂയ. തലാബാഷേക്കോ റസിഖാരാബറിത്തിക്കെ. അപ്പോൾ ഇത് യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിറ്റ്സിനെ അഡ്രസ്സ് ചെയ്ത് ദൈവത്തിൻ്റെ ദൂത്, ദൈവം തന്ന ദൂത് അവരോട് ഹല്ലേലൂയ അറിയിക്കുകയാണ്. when they returned from exile in Babylon. ഹല്ലേലൂയ. അവിടെ ജനമെല്ലാം കൂടി ഗ്യാദർ ചെയ്ത് നിൽക്കുവാണ്. ദൈവം എന്താണ് പ്രവാചകനിലൂടെ അവരോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാനായിട്ട്. ഹല്ലേലൂയ. താരാഭാഷ, അതിനകത്ത് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ലെവിറ്റിസ് ഉണ്ടായിരുന്നു, സാധാരണ സിറ്റിസൺസ് ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ തളർന്നു പോകേണ്ട, നിങ്ങൾ നിരാശരായി തീരേണ്ട. ഹല്ലേലൂയ. ഓ റീക്കോ റസിയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അവർക്ക് ഒരു ബാം പോലെയാണ് ഫീൽ ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മളൊരു തലവേദനയോ ഒരു ഭാരമോ വരുമ്പോൾ നമ്മളൊരു ബാം പുരട്ടും അല്ലേ, അല്ലെങ്കിൽ ആ വചനം അവർക്ക് ഭയങ്കര ആശ്വാസം നൽകി. അവരുടെ ഹൃദയത്തിലെ ഭാരത്തിന് എല്ലാം ഒരു ആശ്വാസം ലഭിച്ചു. ഹല്ലേലൂയ. താലാബാഷേക്കോ റസി. God will bless them abundantly and restore them. Hallelujah. What all they have lost, God will restore them. Hallelujah.
ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പ്രോമിസ് അവർക്ക് കൊടുത്ത് അവരെ ബലപ്പെടുത്തി ഹല്ലേലൂയ ശക്തീകരിച്ച ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിച്ചത്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ഹല്ലേലൂയ. സോ Urama Sheko Rasia, today the Holy Spirit is telling us that God is going to restore double to you. So those who seek the Lord, അതാണ് പറയുന്നത്, ബാലസിംഹങ്ങളെ ഇരവിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരില്ല. മാത്രമല്ല, യു ഷുഡ് പ്രേ ഫോർ അതേഴ്സ്. വെൻ യു ഇൻറ്റർസീഡ് ഫോർ അതേഴ്സ്, വെൻ യു ഇൻറ്റർസീഡ് ഫോർ എ നേഷൻ, വെൻ യു ഇൻറ്റർസീഡ് ഫോർ ഷക്കല ബറീത കുറസ്യ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, യുവർ ഫാമിലീസ്, അതല ബറ ഷക്കല ബ, God will restore your pain, your suffering. Hallelujah. God will answer your prayers. Hallelujah. ഓ റീകോ റസ്യ. പരിശുദ്ധാത്മനെ ഓർപ്പിക്കുന്നവരെ കർത്താവിൻ്റെ വരവിലേക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ള കുറേ ലക്ഷണങ്ങളാണ്. എല്ലാം എന്താ പറയുക, സ്വയ ഇഷ്ടങ്ങൾ, സ്വയ സ്നേഹികളായിട്ട് മനുഷ്യർ മാറുമെന്നുള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോഴേ കാണാമല്ലോ. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങളാണ്, സ്വന്തം കുടുംബം. നമ്മൾ നേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അധാരാബ ശകലബ റീതാക റസ്യ അന്തരാബ ചന്ദ്രബേ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കുമ്പോൾ, ദൈവമക്കളെ, നമുക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങൾ ചിലത് ചെയ്യാൻ പോവുക. എത്ര പേര് ഇന്നത്തെ മെസ്സേജ് ഏറ്റെടുക്കും? ഹല്ലേലൂയ. യു ആർ ഗോയിങ് ടു സീ ഓൺലി, എന്താ പറയുക, യു ആർ ഗോയിങ് ടു സീ എ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഓ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി കം ടു യുവർ പ്രസൻസ് ഡാഡി. വി ബ്രിങ് കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബ്രോക്കൺനെസ്, ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും, ഞങ്ങളുടെ എല്ലാ നിരാശയും അപ്പൻ്റെ പാത്തി ഞങ്ങൾ വെക്കുവാനപ്പ. ഉദാര സാക്കാരപ്പ. ഓ ടേൺ our tears into songs of joy, Daddy. Restore what we have lost, Daddy. Haraba shakalaba. ഓ റീകോ റസ്യ. ഞങ്ങളുടെ എല്ലാ കർത്താവ് empty handsനെ, ഓ thank you Jesus that you are going to bless us. Alaba. Strengthen our faith. Hallelujah. When we are weak, Daddy, strengthen our faith, Daddy. Halaba shakalaba. ഓ റീകോ റസി കാലബ. We trust in your perfect timing and your mercy. കർത്താവേ, അങ്ങയുടെ അങ്ങേക്കൊരു അപ്പോയിൻറ്റഡ് ടൈം ഉണ്ടല്ലോ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ആഴമേറിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അങ്ങയുടെ കൃപ ധാരാളമായി ഈ പ്രഭാതത്തിൽ എല്ലാവരുടെ മേലും പകരുവാനായി പ്രാർത്ഥിക്കുന്നു. Daddy, thank you Jesus for the double portion blessing that is going to pour upon us, Daddy. Oh, we give all the glory to you, Daddy. ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും അപ്പം രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലിരിക്കുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ കർത്താവിൻ്റെ അണിപ്പാടുള്ള കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ, ശക്തീകരിക്കണമേ കർത്താവേ. ഭാരത്തിൽ പ്രയാസത്തിൽ കൺഫ്യൂഷൻസിലിരിക്കുന്നവർ, ഓ രബ രശകരബ, കർത്താവിൻ്റെ ട്രൂത്തിലേക്ക് വരട്ടെ, കർത്താവിൻ്റെ ട്രൂത്തിലേക്ക് അവർ നടത്തപ്പെടട്ടെ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. റീമാന. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ തലമുറകൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമേ കർത്താവ്. മെസ്സേജായിട്ട് എല്ലാവരെയാണ് ഇന്ന് രാത്രിത്തെ മീറ്റിങ്ങിനെ അപ്പം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അപ്പയാണല്ലോ കർത്താവ് ആ മീറ്റിംഗ് നടത്തുന്നത്. എല്ലാ മഹത്വം അപ്പച്ചനെടുത്താട്ടെ. കർത്താവെ, വരും ദിവസങ്ങളിൽ നടക്കുന്ന റിവൈവൽ മീറ്റിങ്ങിനെ ഓർത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കർത്താവ് ഈ മീറ്റിങ്ങിലും അപ്പ അങ്ങ് ചെയ്യണമേ. അപ്പൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ, അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ, അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായി തീരട്ടെ അപ്പ. ഓ ഷാക്കാലാബ. അനേകരെ കർത്താവിൻ്റെ ഉണർവിനായി കർത്താവ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കൃപയ്ക്കായി സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. May God bless you all. See you tomorrow with another blessing word from God.
I invite again everyone to this Rehoboth Supernatural Google Prayer meeting that is conducted today at 8 p.m. So I'll be posting the link, so you can share this link to your friends also. May God bless you. You'll be praying for your personal prayer requests also. Okay, so നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളും. നമുക്ക് ആ മീറ്റിങ്ങിൻ്റെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവാണ് അവിടെ മറുപടി തരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവരും കറക്റ്റ് 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണമേ എന്ന് നിങ്ങളോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു.